future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് 24 വോൾട്ടിൻ്റെ സൈക്കിൾ കൺവേർഷൻ കിറ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ 36 വോൾട്ടിൻ്റെ ഒരു കൺവേർഷൻ കിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ അത് കണ്ടിട്ടാണ് ഒരു പുള്ളിക്കാരൻ വിളിച്ചത്. പുള്ളിക്കാരൻ ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ്, തോന്നെ പവറുള്ള ഒന്നും വേണ്ട, കുറഞ്ഞത് മതി എന്ന് പറഞ്ഞപ്പോൾ 24 വോൾട്ടിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആ കിറ്റ് മതിയെന്ന് പറഞ്ഞു പുള്ളിക്ക്. അപ്പോൾ ആ കിറ്റ് 24 വോൾട്ടിൻ്റെ കിറ്റ് അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. കാരണം 36 ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും 36 എടുക്കുന്നതുകൊണ്ട് 24 അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇതിപ്പം കുറച്ച് സാധനം സ്റ്റോക്ക് വന്നായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു പീസ് പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. അതേപോലെ തന്നെ 36 വോൾട്ടിൻ്റെ കൺവേർഷൻ കിറ്റിൻ്റെ, അതായത് സാധാ സൈക്കിളിനെ ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺവേർഷൻ കിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അത് കയറി നോക്കിയാൽ മതി. അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇനി നമുക്ക് 24 വോൾട്ടിൻ്റെ കിറ്റൊന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ കൺവേർഷൻ കിറ്റ്. ഇത് കൈത്തൻ ബ്രാൻഡിൻ്റെ കൺവേർഷൻ കിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൺവേർഷൻ കിറ്റിൻ്റെ അകത്ത് ഇത്ര ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത്ര ഐറ്റമാണ് നമ്മുടെ ഈ കൺവേർഷൻ കിറ്റിൻ്റെ ഇതിൻ്റെ അകത്ത് ബോക്സിൽ വന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് മോട്ടർ. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്ര അത് കണക്ക് തന്നെ ഗിയർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നീളമുള്ള ഷാഫ്റ്റ് ഉണ്ട് ഒരു സൈഡിൽ. എത്ര പല്ല് ടീത്തിൻ്റെ കിടക്കുമെന്ന് എനിക്കറിയില്ല, കാരണം 24ൻ്റെ നമ്മൾ അധികം ചെയ്തിട്ടില്ല. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് 24ൻ്റെ വന്നേക്കുന്നത്. മോട്ടർ കാണാൻ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഒരു ക്രോമിയം പ്ലേറ്റഡ് രീതിയിലുള്ള ഫിനിഷിംഗ് ആണ്. കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് മോട്ടർ. പിന്നെ ഇതാണ് അതിൻ്റെ കൺട്രോളർ വരുന്നത്. ചൈനയിൽ നിന്ന് തന്നെ വരുന്നതിന് ചൈനീസിലാണ് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 24, 36, 48 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. 24ൻ്റെ കിറ്റായിട്ടാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പെഡൽ അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. അത് കണക്ക് തന്നെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സൈക്കിളിൻ്റെ ചാർജർ. പക്ഷേ അതിൽ വരുന്ന പിന്ന് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള പുറത്തുള്ള സ്റ്റാൻഡേർഡിലുള്ള പിന്നാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് അവരൊരു ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ലാമ്പാണ്. ബ്രേക്ക് ലിവർ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ബ്രേക്ക് ലിവർ ബ്ലാക്ക് അല്ല, അത് കണക്ക് തന്നെ അതിൻ്റെ കേബിളും ബ്ലാക്ക് അല്ല കളറ്. അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അത് കണക്ക് തന്നെ ആക്സിലേറ്ററും അതിൻ്റെ ഗ്രിപ്പുമാണ് അടുത്തതുള്ളത്. നമ്മൾ നേരത്തെ 36 വോൾട്ടിൽ കാണിച്ച അതേ സെയിം ആക്സിലേറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കണക്ക് തന്നെ ഇതിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കവർ പൊട്ടിച്ചിട്ടില്ല, കവറിൽ തന്നെ ഇരിക്കുക. പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സായാലെന്ന് വിചാരിച്ച് ഞാൻ കവറിൽ നിന്ന് അത് ഇളക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് കൺട്രോളർ വയ്ക്കാനായിട്ടുള്ളൊരു ബോക്സ് ഇല്ല ഇതിൻ്റെ കൂടെ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ബോക്സും കൂടി ഇല്ലാതെ നമുക്കിത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചാർജർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതിന് പകരം ആ ബോക്സ് വയ്ക്കുകയായിരുന്നെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ കേബിളിന് ലെങ്ത് കുറവുണ്ട്.
നമ്മൾ മുമ്പെടുത്ത ബ്രാൻഡിൻ്റെ മോട്ടറിൻ്റെ കേബിളിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇതിന് ഇച്ചിരി ലെങ്ത് കുറവാണ്. വയറൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വയറൊക്കെ തന്നെയാണ്, വേറെ പ്രോബ്ലങ്ങളൊന്നും കാണുന്നില്ല. പെഡലിസ്റ്റിൻ്റെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ 24 വോൾട്ടിൻ്റെ കിറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ്. ഇപ്പോൾ കൈത്തൻ്റെ 24 വോൾട്ടിൻ്റെ ഈ കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടെന്നാൽ മതി, ഞാൻ ഫ്രീ ആകുമ്പോൾ കണ്ടിട്ട് റിപ്ലൈ തരാം. അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ അഡ്രസ്സിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് കൊറിയർ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ തന്നെ 36 വോൾട്ടിൻ്റെ കിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി കാണാവുന്നതാണ്.